يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെയും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകലരുടെയും സ്രഷ്ടാവായ റബ്ബിന്റെ അടിമത്തം അംഗീകരിക്കുവിൻ. അതുവഴി നിങ്ങൾക്ക് മോചനം പ്രതീക്ഷിക്കാം. വിശുദ്ധ ഖുർആന്റെ പ്രബോധനം മനുഷ്യ സമുദായത്തിന് പൊതുവായുള്ളതാണ്. എന്നാൽ ആ പ്രബോധനം പ്രയോജനപ്പെടുന്നതും പ്രയോജനപ്പെടാതിരിക്കുന്നതും ജനങ്ങളുടെ സന്നദ്ധതയെയും തദനുസാരമായി അള്ളാഹുവിന്റെ ഉദവിയെയും ആശ്രയിച്ചാണിരിക്കുന്നത്. അതിനാൽ ആദ്യമായി മനുഷ്യരെ വേർതിരിച്ചുകൊണ്ട് ഏതുതരം ആളുകൾക്കാണ് ഈ ദിവ്യഗ്രന്ഥത്തിന്റെ മാർഗദർശനം പ്രയോജനപ്പെടുകയെന്നും ഏത് തരക്കാർക്ക് അത് പ്രയോജനപ്പെടുകയില്ലെന്നും വ്യക്തമാക്കി. അനന്തരം ഏതാദർശം പ്രബോധനം ചെയ്യാനാണോ വിശുദ്ധ ഖുർആൻ അവതീർണമായിരിക്കുന്നത്, ആ മൗലിക യാഥാർത്ഥ്യം മുഴുവൻ മനുഷ്യ സമുദായത്തിന്റെയും മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതായത് സ്രഷ്ടാവായ റബ്ബിന് ഇബാദത്ത് ചെയ്യുന്നതിന്റെ ഫലം ഇഹലോകത്ത് തെറ്റായ ചിന്താഗതികളിൽ നിന്നും തെറ്റായ പ്രവർത്തന രീതികളിൽ നിന്നും പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുമുള്ള മുക്തിയാകുന്നു. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. നിങ്ങൾക്കായി ഭൂമിയുടെ മെത്ത വിരിക്കുകയും ആകാശത്തിന്റെ മേലാപ്പ് നിർമ്മിക്കുകയും മുകളിൽ നിന്ന് ജലം വർഷിക്കുകയും അങ്ങനെ നാനാതരം കാർഷികോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിഭവങ്ങൾ ഒരുക്കിത്തരികയും ചെയ്തത് അവനാണല്ലോ. അതെല്ലാം അറിഞ്ഞിരിക്കെ നിങ്ങൾ മറ്റുള്ളവരെ അള്ളാഹുവിന് തുല്യരാക്കാതിരിക്കുക. അതായത് ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്ന് മാത്രമാണെന്ന് നിങ്ങൾ ഗ്രഹിക്കുകയും സമ്മതിച്ചു പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. അതിനാൽ നിങ്ങളുടെ അടിമത്തം അവന് മാത്രമായിരിക്കേണ്ടതാണ്. നിങ്ങൾ അടിമവൃത്തി ചെയ്യാൻ അവകാശപ്പെട്ടവരായി അവനൊഴിച്ചു മറ്റാരുണ്ട്? മറ്റുള്ളവരെ അള്ളാഹുവിന് തുല്യരാക്കുക എന്നതിന്റെ വിവക്ഷ ഇബാദത്തിന്റെയും അടിമവൃത്തിയുടെയും ഏതെങ്കിലും ഒരിനത്തിൽ മറ്റാരെയെങ്കിലും അള്ളാഹുവോട് സമമാക്കുകയെന്നാണ്. അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ഇബാദത്ത് എന്താണ്? അതിന്റെ ഇനങ്ങൾ ഏതെല്ലാമാണ്? ഖുർആൻ ശക്തിയായി നിരോധിക്കുന്ന ശിർക്ക് ഏതാണ്? തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മുന്നോട്ട് നീങ്ങുമ്പോൾ ഖുർആനിൽ നിന്നു തന്നെ വിശദമായി മനസ്സിലാക്കാവുന്നതാണ്. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. നാം നമ്മുടെ ദാസന് അവതരിപ്പിച്ചിട്ടുള്ള ഈ വേദത്തെക്കുറിച്ച് അത് നമ്മിൽ നിന്നുള്ളത് തന്നെയോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ അതുപോലുള്ള ഒരധ്യായമെങ്കിലും രചിക്കുവിൻ. അതിന് ഏകനായ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സകല കൂട്ടാളികളുടെയും സഹായം തേടിക്കൊള്ളുക. നിങ്ങൾ സത്യവാൻമാരെങ്കിൽ അത് ചെയ്തു കാണിക്കൂ. ഈ ഖുർആൻ മനുഷ്യനിർമ്മിതമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ഇതുപോലുള്ള വല്ല വചനവും നിങ്ങൾ നിർമ്മിച്ചു കാണിക്കുക എന്ന് മക്കയിൽ വെച്ച് പല കുറി അവിശ്വാസികളെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. മദീന ജീവിതകാലത്ത് വീണ്ടും അതാവർത്തിക്കുകയാണ്. മക്ക കാലഘട്ടത്തിലെ വെല്ലുവിളികൾ യൂനുസ് 38-ാം വചനം, ഹൂദ് 13-ാം വചനം, അൽ ഇസ്രാ 88-ാം വചനം, അത്തൂർ 34-ാം വചനം എന്നിവിടങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. فَإِن لَّمْ تَفْعَلُوا وَلَن تَفْعَلُوا فَاتَّقُوا النَّارَ الَّتِي وَقُودُهَا النَّاسُ وَالْحِجَارَةُ أُعِدَّتْ لِلْكَافِرِينَ. നിങ്ങൾ ഇപ്പോൾ അത് ചെയ്യുന്നില്ലെങ്കിൽ ഭാവിയിലും നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയുകയില്ല. ഇനിയും നിഷേധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ
മനുഷ്യനും കല്ലുകളും വിറകായിട്ടുള്ള ആ തീയെ കാത്തുകൊള്ളുക. അത് സത്യനിഷേധികൾക്കു വേണ്ടി ഒരുക്കപ്പെട്ടതാകുന്നു. അവിടെ നിങ്ങൾ മാത്രമല്ല നരകാഗ്നിയുടെ വിറകായിത്തീരുക. നിങ്ങൾ ആരാധ്യന്മാരായി ഗണിച്ച് പൂജിച്ചിരുന്ന ബിംബങ്ങളും നിങ്ങളോടൊന്നിച്ചുണ്ടായിരിക്കും. ദിവ്യത്വത്തിൽ അവയ്ക്ക് എത്രത്തോളം പങ്കുണ്ടായിരുന്നുവെന്ന് അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായിക്കൊള്ളും. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها وَلَهُمْ فِيهَا أَزْوَاجٌ مُطَهَّرَةٌ وَهُمْ فِيهَا خَالِدُونَ. പ്രവാചക, ഈ വേദത്തിൽ വിശ്വസിക്കുകയും തദനുസാരം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ ശുഭവാർത്തയറിയിക്കുക. താഴ്ഭാഗത്തിലൂടെ ആറുകൾ ഒഴുകുന്ന ഉദ്യാനങ്ങൾ അവർക്കുള്ളതാകുന്നു. ആ ഉദ്യാനത്തിലെ ഫലങ്ങൾക്ക് ഇഹത്തിലെ ഫലങ്ങളോട് സാമ്യതയുണ്ടായിരിക്കും. അതിൽ ഓരോ പഴം തിന്നാൻ കിട്ടുമ്പോഴും അവർ പറയും, ഇത്തരം പഴങ്ങൾ ഇതിനു മുമ്പ് ഇഹത്തിലും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നതാണല്ലോ. അവർക്കവിടെ വിശുദ്ധരായ ഇണകളുമുണ്ടായിരിക്കും. അവരവിടെ നിത്യവാസികളുമായിരിക്കും. ഇത്തരം പഴങ്ങൾ ലഭിച്ചിരുന്നതാണല്ലോ എന്ന വാക്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അത് അവർക്ക് തീരെ അന്യവും അപരിചിതവുമായ പഴങ്ങളായിരിക്കുകയില്ല. ഭൂലോകത്ത് അവർ പരിചയിച്ചു കഴിഞ്ഞ പഴങ്ങളോട് അവയ്ക്ക് രൂപത്തിൽ സാദൃശ്യമുണ്ടായിരിക്കും. എന്നാൽ രുചിയിൽ ഒരു വിധത്തിലും താരതമ്യപ്പെടുത്താനാവാത്ത വിധം മേത്തരങ്ങളുമായിരിക്കും. കാഴ്ചയിൽ മാങ്ങയും ഉറുമാനും മധുരനാരങ്ങയും ഒക്കെ തന്നെ. ഓരോ പഴവും കാണുമ്പോൾ ഇത് മാങ്ങയാണ്, ഉറുമാനാണ്, മധുരനാരങ്ങയാണ് എന്നൊക്കെ സ്വർഗവാസികൾ മനസ്സിലാക്കും. പക്ഷേ രുചിയിൽ ഭൂലോകത്തെ മാങ്ങയും ഉറുമാനും മധുരനാരങ്ങയുമായി അവയെ ഒരു നിലയ്ക്കും താരതമ്യപ്പെടുത്തുക സാധ്യമല്ല. അവ അത്രയേറെ രുചികരമായിരിക്കും. അസ്വാജ് എന്ന അറബി പദം ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ്. ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും സൗജ് അഥവാ ഇണയാകുന്നു. എന്നാൽ ഈ ഇണകൾ അവിടെ പരിശുദ്ധി എന്ന വിശിഷ്ട ഗുണമുള്ളവരായിരിക്കും. ഇഹലോകത്ത് ഭർത്താവ് നല്ലവനും ഭാര്യ ദുർനടപ്പുകാരിയുമാണെങ്കിൽ അവരുടെ ബന്ധം പരലോകത്ത് മുറിഞ്ഞുപോകുന്നതാണ്. ഇഹത്തിൽ സദ്വൃത്തനായിരുന്ന പുരുഷന് സദ്വൃത്തയായ മറ്റൊരു ഭാര്യയെ നൽകും. അതുപോലെ ഇവിടെ നല്ലവളായിരുന്നവളുടെ ഭർത്താവ് ദുഷ്ടനായിരുന്നെങ്കിൽ അവിടെ ആ ദുഷ്ട സഹവാസത്തിൽ നിന്ന് അവൾ മോചിതയാകും. നല്ലവനായ മറ്റൊരു പുരുഷൻ അവളുടെ ജീവിത പങ്കാളിയായിത്തീരും. ഇവിടെ ഭാര്യയും ഭർത്താവും നല്ലവരാണെങ്കിൽ ഈ ബന്ധം പരലോകത്തും തുടരുന്നതാണ്. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. കൊതുകിനെയോ അതിനേക്കാൾ നിസ്സാരമായ വസ്തുക്കളെയോ ഉപമയാക്കാൻ അല്ലാഹു ഒട്ടും ലജ്ജിക്കുന്നില്ല. സത്യം അംഗീകരിക്കുന്നവരാകട്ടെ ആ ഉപമകൾ കണ്ട് അത് തങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള സത്യമെന്നറിയുന്നു. നിഷേധികളോ അവ കേൾക്കുമ്പോൾ പറയുന്നത് ഇത്തരം ഉപമകൾ കൊണ്ട് അല്ലാഹുവിനെന്ത് കാര്യം എന്നത്രേ. ഇவ்விധം ഒരേ വചനത്തിലൂടെ തന്നെ അല്ലാഹു നിരവധി പേരെ വഴികേടിലാക്കുകയും ധാരാളം പേരെ നേർവഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ വഴികേടിലകപ്പെടുത്തുന്നത് ധിക്കാരികളെ മാത്രമാകുന്നു. അവിശ്വാസികളുടെ ഒരു വിമർശനത്തിനുള്ള മറുപടിയാണിത്. ആ വിമർശനം എന്താണെന്ന് പറയുന്നില്ല. എങ്കിലും എട്ടുകാലി, ഈച്ച, കൊതുക് മുതലായവയെ ഖുർആൻ ഉദാഹരിച്ചതിനെയാണ് എതിരാളികൾ വിമർശിച്ചിരുന്നതെന്ന് പശ്ചാത്തലത്തിൽ നിന്നും മനസ്സിലാക്കാം.
ഖുർആൻ ദൈവവാക്യമാണെങ്കിൽ ഇത്തരം നിസ്സാര കാര്യങ്ങൾ അതിൽ സ്ഥാനം പിടിക്കുമായിരുന്നില്ല എന്നായിരുന്നു അവരുടെ ആക്ഷേപം. ഒരേ വചനം ധാരാളം ആളുകളെ വഴികേടിലാക്കുകയും മറ്റു ധാരാളം പേരെ നേർവഴിയിലാക്കുകയും ചെയ്യും. കാര്യം മനസ്സിലാക്കാനും യാഥാർത്ഥ്യം അന്വേഷിച്ചറിയാനും ആഗ്രഹിക്കാത്തവരുടെ ദൃഷ്ടി കേവലം വാക്കുകളുടെ ബാഹ്യരൂപങ്ങളിൽ തങ്ങി നിൽക്കുന്നു. അങ്ങനെ ഉദ്ദേശ്യത്തിന് വിപരീതമായ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നുകൊണ്ട് അവർ സത്യത്തിൽ നിന്ന് കൂടുതൽ അകന്നു പോകുന്നു. നേരെ മറിച്ച് സത്യാന്വേഷികളും ശരിയായ വീക്ഷണമുള്ളവരുമായ ആളുകൾക്ക് അതേ കാര്യങ്ങളിൽ ജ്ഞാനത്തിന്റെ അമൂല്യരത്നങ്ങൾ കണ്ടുകിട്ടുന്നതാണ്. യുക്തിപരമായ ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിങ്കൽ നിന്നുള്ളതായിരിക്കാനേ നിർവാഹമുള്ളൂവെന്ന് അവരുടെ ഹൃദയം സാക്ഷ്യം വഹിക്കും. ഫാസിഖ് എന്ന പദത്തിന്റെ അർത്ഥം അനുസരണത്തിന്റെ പരിധി വിട്ട് പുറത്തുപോയ ധിക്കാരി എന്നാണ്. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അള്ളാഹുവുമായുള്ള പ്രതിജ്ഞ ഉറപ്പിച്ച ശേഷം ലംഘിക്കുകയും അള്ളാഹു കൂട്ടിച്ചേർക്കാൻ ആജ്ഞാപിച്ച മാനുഷിക ബന്ധങ്ങളെ വെട്ടിമുറിക്കുകയും ഭൂമിയിൽ നാശമുണ്ടാക്കുകയും ചെയ്യുന്ന ധിക്കാരികളെ അവർ തീർച്ചയായും നഷ്ടം ഭവിച്ചവരാകുന്നു. അഹ്ദ് എന്ന വാക്കിനാണ് പ്രതിജ്ഞയെന്ന് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. രാജാവ് തന്റെ ഉദ്യോഗസ്ഥന്മാർക്കും പ്രജകൾക്കും നൽകുന്ന ഉത്തരവുകൾക്ക് അറബിയിൽ അഹദ് എന്ന് പറയുന്നു. കാരണം അത് പ്രജകൾ സർവാത്മന അനുസരിക്കേണ്ടത് നിർബന്ധമാണ്. അപ്രകാരം സർവാത്മന അനുസരിക്കപ്പെടേണ്ട ശാസന എന്ന അർത്ഥത്തിലാണ് ഇവിടെ അഹ്ദ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ അഹ്ദ് കൊണ്ടുള്ള വിവക്ഷ അവന് മാത്രം അടിമപ്പെടുകയും അവനെ മാത്രം അനുസരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിനായി മുഴുവൻ മനുഷ്യരാശിക്ക് നൽകപ്പെട്ടിട്ടുള്ള അവന്റെ ശാശ്വത ഉത്തരവാണ്. ഈ ഉത്തരവ് അനുസരിച്ചു കൊള്ളാമെന്ന് ആദിപിതാവായ ആദമിനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ മനുഷ്യവംശത്തെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ച സംഭവമാണ് ഉറപ്പിച്ച ശേഷം എന്ന് പറഞ്ഞതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ സാമൂഹികവും വ്യക്തിപരവുമായ ജീവിത വിജയത്തിന് മാനുഷിക ബന്ധങ്ങൾ സംതൃപ്തമായി നിലനിൽക്കേണ്ടതുണ്ട്. അത്തരം ബന്ധങ്ങളെയെല്ലാം ശരിപ്പെടുത്തി നിലനിർത്തിപ്പോരണമെന്ന് അള്ളാഹു ആജ്ഞാപിച്ചിരിക്കുന്നു. സത്യനിഷേധികൾ ആ ബന്ധങ്ങൾക്കെല്ലാം കോടാലി വയ്ക്കുന്നു. രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ബന്ധം മുതൽ സാർവലൗകികമായ രാഷ്ട്രാന്തരീയ ബന്ധങ്ങളോളം വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യന്റെ നാഗരികവും സദാചാരപരവുമായ സകലവിധ പ്രശ്നങ്ങളെയും ഉൾക്കൊള്ളുന്ന വിധം വിശാലമാണ് ഈ ചെറുവാക്യം. ബന്ധങ്ങൾ മുറിക്കുക എന്നതുകൊണ്ട് ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ബന്ധങ്ങളുടെ ശരിയും അനുവദനീയവുമായ രൂപങ്ങൾ സ്വീകരിക്കാതിരിക്കുക എന്നുകൂടി അതിനർത്ഥമുണ്ട്. അനുവദനീയമായ രൂപത്തിലല്ലാതെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ യഥാർത്ഥ ബന്ധം മുറിക്കലിൽ പെടുന്നതാണ്. കാരണം അബദ്ധവും നിഷിദ്ധവുമായ ബന്ധങ്ങളുടെ ഫലവും ബന്ധങ്ങൾ മുറിക്കുന്നതിന്റെ ഫലവും ഒന്നു തന്നെയായിരിക്കും. മനുഷ്യബന്ധങ്ങളുടെ വിനാശവും സദാചാര നാഗരിക വ്യവസ്ഥയുടെ തകർച്ചയുമാണത്. അള്ളാഹുവുമായുള്ള കരാറിന്റെ ലംഘനം, മാനുഷിക ബന്ധങ്ങളുടെ വിച്ഛേദനം, നാട്ടിൽ നാശമുണ്ടാക്കൽ എന്നീ 3 പരാമർശങ്ങളിലൂടെ ഈ 3 തരം ഫിസ്കിന്റെയും ഫാസിക്കിന്റെയും പൂർണ്ണമായ നിർവചനം നൽകപ്പെട്ടിരിക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യനും മനുഷ്യനും തമ്മിലുമുള്ള ബന്ധത്തെ മുറിക്കുകയോ മുറിവേൽപ്പിക്കപ്പെടുകയോ ചെയ്യുന്നതിന്റെ അനിവാര്യ ഫലം നാശമാണ്. നാശം സൃഷ്ടിക്കുന്നതാരോ അവനാണ് ഫാസിക്ക്. كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നതെങ്ങനെ? നിർജീവരായിരുന്ന നിങ്ങൾക്കവൻ ജീവൻ തന്നു. പിന്നീട് അവൻ തന്നെ നിങ്ങളെ മരിപ്പിക്കുകയും പിന്നെയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. അനന്തരം അവങ്കലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചയക്കപ്പെടുന്നതുമാകുന്നു.